2015 റിവിഷൻ S1 സപ്ലിമെൻ്ററി എക്സാമിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് സഹായിക്കാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 3 മൊഡ്യൂൾ പഠിച്ചാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ. 4 പോർഷൻസ് 4 മൊഡ്യൂളും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോരോ മൊഡ്യൂൾ ഓരോ പോർഷനായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് 3 പോർഷൻസ് ആണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ അറ്റോമിക് സ്ട്രക്ചർ 1 നാനോ കെമിസ്ട്രി ആൻഡ് കറ്റാലിസിസ് എന്നുള്ള മൊഡ്യൂളിൽ ഫസ്റ്റ് പോർഷൻ അറ്റോമിക് സ്ട്രക്ചർ 1. അതിൽ മെയിനായിട്ട് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ നമുക്കത് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആറ്റം ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ. ആറ്റം ആൻഡ് മോളിക്യൂൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് ഈസ് കെമിക്കലി ഇൻഡിവിസിബിൾ. Molecule is the smallest particle possessing all the properties of parent element which can exist in free state. അങ്ങനെയാണ് ഡെഫിനേഷൻ കൊടുക്കുന്നത്. നമ്മൾ അതിൽ നിന്നാണ് ഡെഫിനേഷൻ അല്ല ചോദിക്കുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ 4 പോയിന്റ്സ് നമ്മൾ പറയുന്നു. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ് and molecule is defined as the smallest particle of an element or compound possessing all the properties of the parent substance. Second point, atom is indivisible. It cannot be divided chemically. Molecule can be split into its constituent atoms. For example, water can be split into hydrogen atoms and oxygen atoms. So, molecule is indivisible. Third point, atoms may or may not exist in free state. Independent existence ഉള്ള ആറ്റങ്ങളുണ്ട്, സോഡിയം പൊട്ടാസ്യം എക്സെട്ര. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ലാത്ത ആറ്റങ്ങളുണ്ട്, ഹൈഡ്രജൻ ഓക്സിജനൊക്കെ പോളിഅറ്റോമിക് ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. മോളിക്യൂളിൻ്റെ കേസിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, മോളിക്യൂൾ ഏത് മോളിക്യൂൾ എടുത്താലും അത് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉള്ളതാണ്, ഫ്രീ എക്സിസ്റ്റൻസ് ഉള്ളതാണ്. മോളിക്യൂൾ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. ലാസ്റ്റ് പോയിന്റ്, ആറ്റംസ് ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. മോളിക്യൂൾസ് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്, എങ്കിലും മജോറിറ്റി കേസസിലും മോളിക്യൂൾസ് സ്പ്ലിറ്റ് ഇൻ ടു ആറ്റംസ് ആൻഡ് ദീസ് ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. 4 പോയിന്റ്സ് 4 മാർക്കിന് നമുക്ക് 4 മാർക്കിന് എന്തായാലും കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ. ഒന്നുകൂടെ പെട്ടെന്ന് പോയിന്റ്സ് മാത്രം ഒന്ന് പറയാം. ആറ്റംസ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ്, whereas molecule is the smallest particle of an element or compound possessing all the properties of parent substance. Atom is indivisible. Molecule can be split into its constituent atoms. Third point, atom may or may not exist in free state. Molecule can exist in free state. Last point, atoms directly take part in chemical reaction. Molecules split into atoms and these atoms take part in chemical reaction. Next point, നമുക്ക് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് atomic particles ആണ്. So fundamental particles of atom. അതിൽ അറ്റോമിക് സ്ട്രക്ചറിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അറ്റോമിക് സ്ട്രക്ചർ അറിയാം. സെൻട്രൽ പാർട്ട് കോൾഡ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ ഡെഫിനിറ്റ് പാത്ത് കോൾഡ് ഓർബിറ്റ്. Whole mass of the atom is situated at the nucleus. This is because of the presence of protons and neutrons in the nucleus. Protons are positively charged particles having a charge equal to that of plus 1.6022 into 10 raised to minus 19 coulomb. Electrons possess the same charge, but it has a minus sign, or it has a charge equal to that of minus 1.6022 into 10 raised to minus 19 coulomb. Neutron has no charge, or it is neutral. So total charge of nucleus is considered as positive. Positively charged protons and zero charged neutrons are present in the nucleus. Mass of proton is almost equal to that of hydrogen atom. It is 1.6926 into 10 raised to minus 27 kilogram, and mass of neutron is almost equal to that of proton, or it is equal to 1.6749 into 10 raised to minus 27 kilogram. പ്രോട്ടോൺ ആൻഡ് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ 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 നെഗ്ലിജിബിൾ ആണ്. ഇറ്റ് ഹാസ് മാസ് ഈക്വൽ ടു 9.1034 into 10 raised to minus 31 കിലോഗ്രാം. വളരെ ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ടാണ്, മാസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ടാണ് ടോട്ടൽ മാസ് of atom is concentrated at nucleus എന്ന് പറയുന്നത്. And the total charge of
atom is 0 or atom is electrically neutral. This is because of the presence of equal number of positively charged protons in the nucleus and equal number of negatively charged particles negatively charged electrons in the atom. So total charge is 0 for a neutral total charge is neutral. Why atom is neutral എന്നൊരു ക്വസ്റ്റ്യൻ വരാം, പ്രതീക്ഷിക്കാം. അങ്ങനെ ചോദിച്ചാൽ this is because of the presence of equal number of positively charged protons and negatively charged electrons. Then നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ 5 പോയിന്റ്സ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. റൈറ്റ് ദ ചാർജ് ആൻഡ് മാസ് ഓഫ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് സബatomic പാർട്ടിക്കിൾ, മേജർ സബatomic പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം എന്ന് ചോദിച്ചാൽ അതിൽ നിങ്ങൾ 5 വാല്യൂസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചാർജ് ഓഫ് പ്രോട്ടോൺ, ചാർജ് ഓഫ് ഇലക്ട്രോൺ, മാസ് ഓഫ് പ്രോട്ടോൺ, മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺ. ഇതിൽ പക്ഷേ 5 പോയിന്റ്സ് 5 വാല്യൂസ് ഉണ്ടെങ്കിലും ചാർജ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ചാർജ് ഓഫ് ഇലക്ട്രോൺ സെയിം ആണ്. സൈൻ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. 1.6022 × 10⁻⁹ കൂളം. ആ വാല്യൂ, ഒറ്റ വാല്യൂ പഠിച്ചാൽ ആ രണ്ടെണ്ണത്തിന് ആൻസർ എഴുതാം. മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. 1.67 127 400 1.67 × 10⁻27 എഴുതിയാൽ രണ്ട് കേസിലും അത് സെയിം. അപ്പം ആ രണ്ടെണ്ണത്തിനും കൂടെ ഒരു വാല്യൂ പഠിച്ചാൽ മതി. 1.67 × 10⁻27 കിലോഗ്രാം. യൂണിറ്റ് മറക്കരുത്. പിന്നെ അപ്പോൾ ആ 4 കാര്യത്തിന് 2 വാല്യൂസ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ലാസ്റ്റ് മാസ് ഓഫ് ഇലക്ട്രോൺ 9.1034 9.1 × 10⁻31 കിലോഗ്രാം. 5 കേസ്. പിന്നെ റൈറ്റ് ദ ചാർജ് ആൻഡ് മാസ് ഓഫ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എന്ന് ചോദിച്ചാൽ ചാർജ് ഇല്ലെങ്കിൽ പോലും ന്യൂട്രോൺ ഈസ് ചാർജ്ലെസ് ഓർ ന്യൂട്രോൺ ഈസ് ന്യൂട്രൽ എന്ന് ഒരു പോയിന്റ് എടുത്തെഴുതിയിരിക്കണം. ടോട്ടൽ 6 വാല്യൂസ് അല്ലെങ്കിൽ 6 പോയിന്റ്സിനായിരിക്കും മാർക്ക്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക. ഈ 3 വാല്യൂസ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ലാസ്റ്റ് പോർഷൻ അതിൽ നിന്ന് ചോദിക്കുന്നത് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് total number of protons in the nucleus or total number of electrons in the neutral atom. അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ക്ലോറിൻ Cl 17 അറ്റോമിക് നമ്പർ. അതിൻ്റെ അർത്ഥം 17 പ്രോട്ടോൺസ് അതിൻ്റെ ന്യൂക്ലിയസിലുണ്ട്, അല്ലെങ്കിൽ 17 ഇലക്ട്രോൺസ് അതിന് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. പക്ഷേ Cl മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോറൈഡ് അയോണായി മാറുമ്പോൾ 18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 18 ആയി. അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ അറ്റോമിക് നമ്പർ 18 മാറത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനിഷൻ അങ്ങനെ തന്നെ പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ എ ന്യൂക്ലിയസ് ഓർ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം. ന്യൂട്രൽ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിനുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം മാറുന്നില്ല, ആ പ്രോട്ടോണിൻ്റെ എണ്ണം, ആ നമ്പറിനെയാണ് അറ്റോമിക് നമ്പർ എന്നുള്ള ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്ന് മതി, പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം, ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം. It is represented by the symbol Z. Z എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാസ് നമ്പർ എന്ന് പറയുന്ന ടോട്ടൽ മാസ് എ എന്ന് പറയുന്ന ലെറ്റർ ക്യാപിറ്റൽ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ടോട്ടൽ മാസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി ന്യൂക്ലിയസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂക്ലിയസിനുള്ള പാർട്ടിക്കിൾസ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നു. ആ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അവിടെ നമ്മൾ ക്ലബ് ചെയ്യുകയാണ്, ഒന്നിച്ചാക്കുകയാണ്, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും. So proton and total number of neutrons, ആ നമ്പറിനെ ചേർത്തിട്ടാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻ ദി ന്യൂക്ലിയസ്, ഓർ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്നും പറയാമല്ലോ. ആ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പറിൽ നമുക്ക് വേണമെങ്കിൽ ന്യൂട്രോൺസിൻ്റെ നമ്പറിലേക്ക് എത്താൻ പറ്റും. കാരണം മാസ് നമ്പർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, atomic number is the total number of protons. So mass number and atomic number മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അങ്ങനെ എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ഓർ എ മൈനസ് സെഡ് എന്ന് പറയും. അപ്പം 3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഡിഫറൻസസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ, ചാർജ് ആൻഡ് മാസ് ഓഫ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, ലാസ്റ്റ് പോയിന്റ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഈ 3 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും ബുദ്ധിമുട്ടില്ലാതെ കവർ ചെയ്യാം എന്നും തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത പോർഷൻ
നാനോ കെമിസ്ട്രി ആണ് ഇത്